നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷാണ്. ഫസ്റ്റ് ചാപ്റ്റർ നത്തിങ് ടോയ്സോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് നത്തിങ് ടോയ്സോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. നത്തിങ് ടോയ്സിൻ്റെ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ യൂണിറ്റ് ആക്ടിവിറ്റീസ് ആണ് പേജ് നമ്പർ 25 മുതൽ ലെറ്റസ് അനലൈസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് മുതൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആ ഒരു ഭാഗമാണ്. പേജ് നമ്പർ 25 മുതലാണ് ആക്ടിവിറ്റീസ് നോക്കുന്നത് കേട്ടോ. യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം മക്കളെ നോക്കിയേ, പേജ് നമ്പർ 25 ലെറ്റസ് അനലൈസ് ആക്ടിവിറ്റി 1. അപ്പം അതിന് മുമ്പുള്ള നമ്മുടെ പോയറ്റിക് അപ്രീസിയേഷൻ വരെ നമ്മൾ നൽകിയതാണ്. അത് ഈ ചാപ്റ്ററിൻ്റെയാണ് കേട്ടോ, ഈ പോയത്തിൻ്റെയാണ്. ഇനി യൂണിറ്റ് ആക്ടിവിറ്റീസ് ആണേ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ഹാഫ് എ ഡേ. ഹാഫ് എ ഡേ എന്നുള്ള സ്റ്റോറിയിൽ നിന്ന് തന്നിട്ടുള്ള സെൻറ്റൻസ് ആണേ. ഐ ആം നോട്ട് പണിഷിങ് യു ആം ഐ. എന്താണ്, ഞാൻ നിന്നെ പണിഷ് ചെയ്യില്ല, ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ബട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് വോണ്ട് യു. എന്താണ്, ഒന്ന് ചിരിച്ചേ പറ്റില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ. വൈ ഡു യു തിങ്ക് ദ സ്പീക്കർ ആഡഡ് ദീസ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസസ് എബവ്. പണ്ട് മുതലേ പഠിക്കുന്നതാണ്, ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അങ്ങനല്ലേ, പറ്റില്ലേ, നമുക്ക് ചെയ്തൂടെ, അങ്ങനെയാണോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതാണ് സംഭവം. ദീസ് ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് കോൾഡ് ക്വസ്റ്റ്യൻ ടാഗ്സ്. ഇതാണ് ഉപയോഗിക്കുന്നത്, യൂസ്ഡ് ടു കൺഫേം സെൻറ്റൻസസ് ഇൻഫോർമേഷൻ കേട്ടോ. ഒരു ഇൻഫർമേഷൻ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇത്തരം ചെറിയ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിച്ചത്. വി യൂസ് ക്വസ്റ്റ്യൻ ടാഗ്സ് ടു സീക്ക് കൺഫർമേഷൻ ഫ്രം ദ ലിസണേഴ്സ്. എന്താണ്, ലിസണേഴ്സിൽ നിന്നും കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. Now, analyze the following sentences and find the relation between the verb phrase in each statement and the question tag. Note these in the space provided. One has been done for you. ഇവിടെ തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ വേർബ് ഫ്രേസ്, അതുപോലെ വേർബ് ഫ്രേസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന വേർബ് ഫ്രേസ് ഏതാണ്, ടാഗിൽ തന്നിരിക്കുന്നത് ഏതാണെന്ന് എഴുതണം. അതായത് പ്രധാനമായിട്ടും ആദ്യം അറിയേണ്ട ഒരു റൂള്, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു കോമൺ റൂൾ. എക്സെപ്ഷൻസ് അങ്ങനെ ഇല്ലേ ഇങ്ങനെ ഇല്ലേ എന്നുള്ള ചോദ്യം നിൽക്കട്ടെ, കോമൺ റൂളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എന്താണ്, ദിസ് ഈസ് യുവർ ന്യൂ ഹോം ഈസൻറ്റ് ഇറ്റ്. ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. എന്താണ്, പോസിറ്റീവ് സെൻറ്റൻസ്. ദിസ് ഈസ് യുവർ ന്യൂ ഹോം. അതിനകത്ത് നെഗറ്റീവ് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടോ? എന്താണ്, നോ, നോട്ട്, സെൽഡം, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതുപോലെ നെഗറ്റീവ് സെൻറ്റൻസുകളൊന്നും വേർഡ്സ് ഒന്നും ഇവിടെ ഇല്ല. ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി ഇതൊന്നുമില്ലല്ലോ. അപ്പം ടാഗ് എന്തായിരിക്കും, സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ടാഗ് എന്തായിട്ടാണ് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കണ്ട അടുത്ത ബോക്സിൽ വെർബ് ഫ്രേസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസും വെർബ് ഫ്രേസ് ഇൻ ദ ടാഗ് എന്താണ്, ഈസിൻ്റുമാണ്. എന്താണ്, ടാഗിൽ എന്തായി, നെഗറ്റീവായി മാറി, ഈസിൻ്റെ ഇറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ഈ ഒരു ഭാഗത്ത് പഠിപ്പിക്കാൻ ഒരുപാട് സമയമെടുക്കും. ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെന്നുള്ളവരുടെ അടുത്ത് പറയുകയാണ്, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് കയറി കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഒക്കുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറുക, പ്ലേലിസ്റ്റിൽ തന്നെ ഗ്രാമർ വീഡിയോസ് ഉണ്ട്, അതിൽ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റിയുടെ കാര്യം എനിക്കത്ര അറിയില്ല, പണ്ടേ ചെയ്ത വീഡിയോ ആണ്, പക്ഷേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദർ ഈസ് നത്തിങ് അമിസ് ഈസ് ദെയർ. ക്വസ്റ്റ്യൻ എന്താണ്, നത്തിങ് വന്നതുകൊണ്ടാണ് ഇവിടെ സെൻറ്റൻസ് എന്തായി, നത്തിങ് വന്നപ്പോഴേക്കും സെൻറ്റൻസ് നെഗറ്റീവ് ആയില്ലേ. അപ്പം എന്തായിരിക്കും, ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ്, ഈസ് ദെയർ. അപ്പോൾ വെർബ് ഫ്രേസിനകത്ത് ഈസ് വന്നു, അതുപോലെ ടാഗിലും ഈസ് വന്നു. മൈ മദർ സ്റ്റൂഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് യുവർ പ്രോഗ്രസ്. അവിടെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ, ഇല്ല. അപ്പോൾ ടാഗ് എന്തായിരിക്കും, ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഓക്സിലറി വെർബാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന് വേണ്ടി യൂസ് ചെയ്യുക. ഓക്സിലറി വെർബ്സ് അറിയാമല്ലോ, ആമി, സർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷോൾ, ഷുഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ മക്കളെ. ആ ഓക്സിലറി വെർബ്സ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് ഓക്സിലറി വെർബ് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടാകും, ചിലപ്പോൾ നേരിട്ട് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെർബിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. വെർബിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്ന ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണ്, ഡു, ഡസ്, ഡിഡ് കേട്ടോ. ഇത് 3 എണ്ണമാണ്. ഡു വരുന്നത് പ്ലൂറലിൻ്റെ കൂടെ, ഡസ് വരുന്നത് സിംഗുലറിൻ്റെ കൂടെ. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും പാസ്റ്റ് ആകുമ്പോൾ ഏതാകും, ഡിഡ് ആകും കേട്ടോ.
അപ്പോൾ എന്തായാലും ഒരുപാട് എക്സ്പ്ലനേഷൻ നമുക്കിപ്പോൾ പറ്റത്തില്ല. നിങ്ങളൊന്ന് വീഡിയോ കയറി കാണണേ. കാര്യം വീഡിയോ ലെങ്തി ആയി പോകും. കുറേ പേര് നോട്ട് മതി എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നത് പോലും ചിലർ കേൾക്കില്ല. മക്കളെ, നിങ്ങളൊന്ന് കേൾക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് പിന്നീട് പ്രയോജനം കേട്ടോ. അപ്പോൾ എൻ്റെ തന്നെ കേൾക്കണമെന്നില്ല. വേറെ ക്ലാസ്സുകളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതൊന്ന് കേൾക്കണേ നിങ്ങൾ. കാര്യം അടുത്തടുത്ത ക്ലാസ്സുകളിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് ഗുണം ചെയ്യും കേട്ടോ. ഇനി ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ. കണ്ടോ, ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ. ഇവിടെ ഓക്സിലറി ഏതാണ്? വെയർ ആണ്. ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ, അതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അപ്പം എന്താണ് ആ വെയർ നമ്മൾ ഇനി എടുത്തു. വെയറിൻ്റെ ക്ലോത്ത്സിന് പകരം ദേ എന്നുള്ളത് യൂസ് ചെയ്തു കേട്ടോ. അവിടെ പ്രൊനൗൺസ് ആണ് യൂസ് ചെയ്യുക, അത് ഓർക്കണം കേട്ടോ. എന്താണ് നമുക്ക് ഓക്സിലറി വെർബും പ്രൊനൗണുമാണ് എന്തിന് വേണ്ടുന്നത്? ക്വസ്റ്റ്യൻ ടാഗിൽ വേണ്ടുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ആം ഇൻ ഡെപ്റ്റ്. എന്താണ്? ഒന്ന് മനസ്സിലാക്കണം. ആം എന്ന് പറയുന്നതിൻ്റെ നെഗറ്റീവ് ഫോം എന്താണ്? ആറിൻ്റ് ആണ്. ആമിൻ്റ് എന്ന് പറയരുത്, ആറിൻ്റ് ആണ് കേട്ടോ. അതുപോലെ വില്ലിൻ്റെ നെഗറ്റീവ് എന്താണ്? വില്ലിൻ്റെ അല്ല, വോണ്ടാണ് കേട്ടോ. ചില എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആറിൻ്റായി. അപ്പോൾ ഇവിടെ നോക്കിയില്ലല്ലോ നമ്മൾ. അപ്പം വെർബ് എന്താണ്? വെർബ് ഫ്രേസ് അല്ലെങ്കിൽ വെർബ് അല്ലെങ്കിൽ വെർബ് ഫ്രേസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഏതാണ്? സ്റ്റുഡ് ആണ്. സ്റ്റുഡ് എന്താണ്? ഡിഡ് പ്ലസ് സ്റ്റാൻഡ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റുഡ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ വെർബ് എന്താണ്? ഡിഡിൻ്റ് ആയിട്ട് വന്നു. ടാഗിൽ എന്താ യൂസ് ചെയ്തത്? ഡിഡിൻ്റ്. ഈ ഡിഡ് എവിടെ നിന്നാണ് വന്നത്? സ്റ്റുഡിൽ നിന്നുമാണ് നമ്മൾ ഡിഡ് ഇഞ്ഞ് പുറത്തെടുത്തത് കേട്ടോ. ഈ ഡിഡിനെ നമ്മൾ എന്താക്കി? നെഗറ്റീവ് ആക്കി. അപ്പോൾ എന്തായി? ഡിഡിൻ്റ് ആയി കേട്ടോ. ഇനി ഓൾ മൈ ക്ലോത്ത്സ് വെയർ ന്യൂ. വെയറിൻ്റെ ദേ, വെയർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം എന്താണ്? സ്റ്റേറ്റ്മെൻറ്റിൽ വെയറാണ്. ടാഗിൽ എന്തായി? അത് വെയറിൻ്റ് ആയി. അടുത്തത് ഐ ആം ഇൻ ഡെപ്റ്റ്. ആറിൻ്റ് ആയി. വെർബ് ഫ്രേസിൽ ആമായിരുന്നു. അതുപോലെ ടാഗ് വന്നപ്പോൾ ആമിൻ്റെ നെഗറ്റീവ് എന്താണ്? ആറിൻ്റ് ആയി. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. എന്താണ്? ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. എന്താ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഇവിടെ? ഓക്സിലറി ഇല്ല. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എവിടെ നിന്ന് എടുത്തു? ബിഗിനിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത്. ബിഗിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു പ്ലസ് ബിഗിൻ ആണ് കേട്ടോ. അപ്പോൾ ഡോണ്ട് വന്നു. ഡു എന്താണ്? സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡൂവിനെ നമ്മൾ എന്താക്കണം? ടാഗ് വരുമ്പോൾ നെഗറ്റീവ് ആക്കണം. ഡൂവിനെ നെഗറ്റീവ് ആക്കിയപ്പോൾ എന്താക്കി? ഡു പ്ലസ് നോട്ട് ചേർത്തു, ഡോണ്ട് ആക്കി. അപ്പോൾ യു എന്നുള്ള സബ്ജക്റ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പം അതെടുത്ത് എഴുതുക, ഡോണ്ട് യു. അപ്പോൾ വെർബ് ഫ്രേസ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തരുന്നുണ്ട്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാമല്ലോ. അപ്പോൾ എന്താണ്? ബിഗിൻ. എങ്ങനെ കിട്ടിയത്? ഡു പ്ലസ് ബിഗിൻ കേട്ടോ. അങ്ങനെയാണ് ഡോണ്ട് ആയത്. ഇനി ഫാദർ ഹാസ് ലോവേർഡ് ഹിസ് ഹെഡ്. ഹാസ് തന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ എന്ത് വരും? ഇപ്പുറത്ത് ഹാസിൻ്റെ വരും. ഫാദർ എന്ന് എഴുതില്ല. ഫാദറിന് പകരമായിട്ട് എന്ത് പ്രൊനൗൺ യൂസ് ചെയ്യാം? ഹി യൂസ് ചെയ്യാം. ദ ലേഡി ഇൻ ദ സ്കൂൾ കെയർസ് ഫോർ ചിൽഡ്രൻ ഡസൻറ്റ് ഹി. ലേഡി ഇൻ ദ സ്കൂൾ ഡസൻറ്റ് കെയർ എന്നാണോ? അല്ല. എന്താ തന്നിട്ടുള്ളത്? കെയർ ചെയ്യുന്നു എന്നാണ്. സെൻറ്റൻസ് പോസിറ്റീവ് അല്ലേ? അപ്പോൾ കെയേഴ്സ് എന്നുള്ളതാണ് വെർബ്. കെയേഴ്സ് എങ്ങനെയാണ് വന്നത്? ഡസ് പ്ലസ് കെയർ ആണ് കെയേഴ്സ്. അപ്പോൾ ഡസ് എന്നുള്ളതാണ് ഇവിടെ ഓക്സിലറി. അപ്പോൾ ഡസിൻ്റെ ഷീ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ അറിയാമല്ലോ എന്താണ്? വെർബ് ഫ്രേസ് ആ സ്റ്റേറ്റ്മെൻറ്റിലും ടാഗിലും ഏതാ വന്നതെന്നുള്ളത് തരുന്നുണ്ട്. ഫാദർ വിൽ സെറ്റിൽ അഗെയിൻ ഇൻ ഹിസ് റോക്കിംഗ് ചെയർ. കണ്ടോ? വിൽ എന്നുള്ളതാണ് എന്ത്? അവിടെ ഓക്സിലറി. അപ്പം സെൻറ്റൻസ് എന്താണ്? പോസിറ്റീവ് അല്ലേ? ടാഗ് വരുമ്പോൾ നെഗറ്റീവ് ആണ്. വില്ലിൻ്റെ നെഗറ്റീവ് എന്താണ്? വില്ലിൻ്റെ അല്ല, വോണ്ട് ആണ്. വി ഓൾസോ, പത്താമത്തത്, വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അവിടെ ഏതാണ് നമ്മുടെ വെർബ്? ഹാഡാണ്. വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിഡ് പ്ലസ് ഹാവ് ആണ്. അപ്പോൾ ഹാഡ് അവിടെ നിന്ന് എടുത്ത് എഴുതിക്കൂടെ എന്നൊരു സംശയം വരാം. ഇല്ല, ഇവിടെ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഡിഡ് പ്ലസ് ഹാവ് എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. കാര്യം ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ഡിഡിൻ്റെ വി കേട്ടോ. അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് ആ മീനിങ്ങും ടെൻസും വെച്ച് പോകും. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഡിഡിൻ്റെ വി ആണ്. എന്താണ് ഡിഡിൻ്റെ എങ്ങനെ വന്നു? അപ്പോൾ ഒന്ന് ഓർക്കുക, ഹാഡ് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് ഹാവ് ആണ് എന്നുള്ളത് ഓർക്കുക. അടുത്തത് ബി എ മാൻ. എന്താണ്? നിങ്ങൾ എന്തായിരിക്കുക? ഒരു മനുഷ്യനായിരിക്കൂ എന്ന് പറയുന്നു. അത് ഒരു കമൻ്റാണ്. എന്ത്? നെഗറ്റീവാണോ പോസിറ്റീവാണോ? നെഗറ്റീവാണ്. നമ്മളെ അങ്ങ് പോസിറ്റീവ് രീതിയിൽ ഉയർത്തി പറഞ്ഞതാണോ? താഴ്ത്തി പറഞ്ഞതല്ലേ? നെഗറ്റീവായിട്ട് പറഞ്ഞതല്ലേ? അപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്നത് കൊണ്ട് അവിടെ നമുക്ക് എന്തേ യൂസ് ചെയ്യാൻ പറ്റൂ? വോണ്ട് യു എന്നുള്ളതേ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മളെ പൊക്കി പറയുന്ന എന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തേനെ? വിൽ യു നമ്മൾ യൂസ് ചെയ്തേനെ കേട്ടോ. അത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് കേട്ടോ. പല തരത്തിലുള്ള സെൻറ്റൻസിനും പല രീതിയിലാണ് നമ്മൾ ടാഗ് യൂസ് ചെയ്യുക. അസർട്ടീവ് സെൻറ്റൻസ് പോലെയല്ല ഇമ്പരേറ്റീവിൽ. എന്താ ഇമ്പരേറ്റീവ്?
കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, വാർണിംഗ്, സജഷൻ, അങ്ങനെ കുറേ എണ്ണമുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് എന്താണ്? നെഗറ്റീവ് കമാൻഡാണ്, അതുകൊണ്ട് വോണ്ട് യു ആണ്. അപ്പോൾ വിശദമായിട്ട് പറയാൻ ടൈമില്ല മക്കളെ. പോസിറ്റീവ് കമാൻഡ് ആയിരുന്നെങ്കിൽ വിൽ യു ആയിരുന്നേനെ. ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. എന്താണ് ലെറ്റ് മീ? അതെന്താണ്? നമ്മളൊരു ഓഫർ അല്ലെങ്കിൽ ഒരു സജഷൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ സഹായിക്കാം. അതിനെന്താ വരിക? ലെറ്റ് മീ വന്നാൽ ഷോൾ ഐ, ലെറ്റ് അസ് വന്നാൽ ഷോൾ വി. കേട്ടോ, ഷോൾ എന്നുള്ളത് അവിടെ യൂസ് ചെയ്യണം. അതതിൻ്റെ റോള് തന്നെ. അതെങ്ങനെ വന്നു, എന്താണെന്നുള്ളത് നമ്മൾ ഒരുപാട് വിശദമായിട്ട് പറയുന്നില്ല. ഓർത്തു വയ്ക്കുക, ലെറ്റ് ഷോൾ, ലെറ്റ് മീ ആയതുകൊണ്ട് ഷോൾ ഐ, ലെറ്റ് അസ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ഷോൾ വി. അങ്ങനെ വ്യത്യാസം വരും കേട്ടോ. The coaches no longer seem to run on rails, did they? Coaches no longer seemed. കേട്ടോ, അതുകൊണ്ട് ഡിഡ് ദേ, നോ ലോങ്ങർ നെഗറ്റീവ് വേർഡ് വന്നതുകൊണ്ടാണ് അവിടെ സെൻറ്റൻസ് എന്തായി? നെഗറ്റീവായി. ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഷീ കുഡ് ഹാർഡ്ലി ഇമാജിൻ ഷീ വാസ് ഓൺ ദിസ് എർത്ത്. ഹാർഡ്ലി, സ്കേഴ്സ്ലി ഒക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പോൾ അവിടെ ഷീ കുഡാണ്. കുഡ് ഓൾറെഡി തന്നിട്ടുണ്ട് ഓക്സിലറി. അപ്പോൾ ടാഗിൽ കുഡ് യൂസ് ചെയ്താൽ മതി. അപ്പം ടാഗിൽ എന്താ വരണ്ടേ? സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ്. കുഡ് ഷീ. ഓക്കെ, അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. അത് വിശദമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്, ഒന്ന് കയറി കാണും മക്കളെ. അടുത്ത നൗ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഇനി നിങ്ങൾ ഈ സെൻറ്റൻസ് കോൺവെർസേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. നറേറ്റർ, അവർ സ്കൂൾ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്താണ് ടാഗ് വരിക? ഈസ്ൻ്റ് ഇറ്റ്. ഫ്രണ്ട്, റിയലി ഐ ലവ് ഇറ്റ്. യു ലൈക്ക് ഇറ്റ്, don't you? You do like it, don't you? Narrator, yes I do. Our teachers care for us. Friend, they will not let anything amiss happen to us, will they? കാര്യം വിൽ നോട്ട് എന്നുള്ള തന്നിട്ടുള്ളത് കൊണ്ടാണ് അവിടെ വിൽ ദേ വന്നത് കേട്ടോ, പോസിറ്റീവ് ആയത്. അടുത്തത് ഹെഡ് ലേഡി റിയലി കെയേഴ്സ് ഫോർ അസ്. ഡസിൻ്റെ ഷീ, ഹി. എന്താ ഡസിൻ ഷീ? എന്താണ് ഹെഡ് ലേഡി? കെയേഴ്സ് ഡസ് പ്ലസ് കെയർ. Yeah, we have different kinds of toys here. They let us play with them, don't they? Yes, but only during leisure time. Let us go and play. Let us, shall we? അപ്പോൾ അത്രേ അവിടെ ഉള്ളൂ. അപ്പോൾ മക്കളെ, നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നോക്കി, ആക്ടിവിറ്റി 2. Nainika, a class 9 student, went home and narrated the story half a day to her younger brother. The first few sentences of Nainika's narration are given below. Read them carefully. നൈനിക വീട്ടിൽ വന്ന് എന്താണ് ഈ പാഠമൊക്കെ വായിച്ചിട്ട് ബ്രദറിന് ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നിതിൻ? ഐ റീഡ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ടുഡേ. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി വായിച്ചു. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ബോയ്. ഒരു ലിറ്റിൽ ബോയുടെ സ്റ്റോറി ആയിരുന്നു. ഹി വാസ് ടേക്കൺ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ. അപ്പോൾ എന്താണത്? കഥ വായിച്ചിട്ട് വീണ്ടും വേറൊരാൾ നെറേറ്റ് ചെയ്യുന്നു. അപ്പോൾ തേർഡ് പേഴ്സൺ ആയിട്ട് പറയുകയാണ്. എന്താണ് കഥ? നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഹി വാസ് ടേക്കൺ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ. ഓൾ ഹിസ് ക്ലോത്ത്സ്, ദ ബ്ലാക്ക് ഷൂസ്, ദ ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് ദ റെഡ് ടർബൂഷ് വെയർ ന്യൂലി ബോട്ട് ഫോർ ദ സ്പെഷ്യൽ ഡേ. While he was walking to school, he was being watched by his mother. His father and he had walked along a street lined with gardens on both sides, extensive fields that had been planted with crops, prickly pears, henna trees and a few date palms could seen on either side of the street. ഇതെല്ലാം മീനിങ് പറയേണ്ട കാര്യം നമ്മൾ പഠിപ്പിച്ചതാണ്. ആ കാര്യങ്ങൾ ആ കുട്ടി ഒന്നുകൂടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. Now read the story half a day again and identify the sentences in the story that convey the same meaning. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളില്ലേ, അതിൻ്റെ സെയിം മീനിങ് വരുന്ന സെൻറ്റൻസ് ടെക്സ്റ്റിലുണ്ടല്ലോ മക്കളെ, അതാണ് എടുത്തെഴുതേണ്ടത്. റൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അതായത് ആ കുട്ടി പറഞ്ഞത് എടുത്തെഴുതണം. ഫസ്റ്റിലെ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. ഇനി നൈനിക പറഞ്ഞത് രണ്ടും കൂടി മാറ്റി തിരിച്ചു എഴുതുക. അപ്പം സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി എന്തായിരുന്നു? മൈ മദർ സ്റ്റൂഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് എസ്. അത് നൈനിക എങ്ങനെ പറഞ്ഞു? വൈൽ ഹി വാസ് വാക്കിംഗ് ടു സ്കൂൾ ഹി വാസ് ബീയിങ് വാച്ച്ഡ് ബൈ ഹിസ് മദർ. നമുക്ക് നൈനികയുടെ ആദ്യം നോക്കാവേ. ഹി വാസ് ടേക്കൺ ടു സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ഹിസ് ഫാദർ. അതെന്താണ് സെൻറ്റൻസ് ടെക്സ്റ്റിൽ? ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്. അടുത്തത് എന്താണ്? അടുത്ത നൈനിക എന്താ പറയുന്നത്? All
his clothes, the black shoes, the green school uniform and the red tarbush were newly bought for this special day. All my clothes, sentences from the story എന്താണ്? All my clothes were new. The black shoes, the green school uniform and the red tarbush. ഇനി അടുത്ത എന്താണ്? അടുത്തത് while he was walking to school, he was being watched by his mother. അതാണ് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത എന്താണ്? Extensive fields that had been planted with the crops, prickly pears, henna trees and a few date palms could be seen on either side of the street. എന്താണ് ടെക്സ്റ്റിൽ? On both sides were എന്താണ് പറഞ്ഞേക്കുന്നത്? Extensive fields planted with the crops, prickly pears, henna trees and a few date palms. ഇത്രയുമാണ് അവിടെ ഉള്ളത്. Now let us analyze the sentences. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തേ. What difference do you notice between the two sets of sentences in the table? എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഒരെണ്ണം എന്താണ്? ഡയറക്റ്റ് ആയിട്ട് പറയുന്നു, മറ്റെന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു. ആക്റ്റീവായിട്ടുള്ളതും പാസീവായിട്ടുള്ളതുമാണ് ഇവിടെ ഉള്ളത്. Which of these sentences express the active role of the doer of the actions mentioned? കണ്ടോ, ഡൂവർ അതായത് പ്രവൃത്തി ചെയ്യുന്ന ആൾ പറയുന്നതാണ് ആക്റ്റീവ് റോൾ എന്ന് പറയുന്നത് കേട്ടോ. അതേതാണ്? സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. ദ സെൻറ്റൻസസ് ഇൻ കോളം ബി ഡു നോട്ട് എംഫസൈസ് ദ ഡൂയർ. ഡൂയറിനെ പറ്റിയിട്ടാണോ അവിടെ കൂടുതൽ പറയുന്നത്? അല്ല. ദീസ് സെൻറ്റൻസസ് എംഫസൈസ് ദ ആക്ഷൻ റാദർ ദാൻ ദി ഏജൻറ്റ്. ആരാണോ പറഞ്ഞത് അയാളെ പറ്റിയല്ല കൂടുതൽ പറയുന്നത്, എന്ത് ആക്ഷൻ നടന്നോ അതാണ് ആ ബി കോളത്തിലുള്ളത് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് നെസസറി ടു മെൻഷൻ ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ. It is not always necessary to mention the doer of the action, especially if this can be understood or is unknown or unimportant. അതായത് വേറൊരാൾ പറയുമ്പോൾ ആക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചെയ്ത ആളെ പറ്റിയിട്ട് ചില സമയങ്ങളിൽ ഇമ്പോർട്ടൻസേ കാണില്ല. ചെയ്ത ആൾക്ക്, ഡൂവറിന് ചില സാഹചര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. എസ്പെഷ്യലി ഏതൊക്കെ സാഹചര്യത്തിലാണ്? നമ്മൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്, അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ആര് ചെയ്തു എന്നറിയാത്ത കാര്യങ്ങൾ, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ ഒന്നും ഈ ഡൂവറിനെ തപ്പിപ്പിടിച്ച് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ആക്ഷനാണ് സ്പെസിഫൈ ചെയ്ത് പറയേണ്ടത് കേട്ടോ. അപ്പോൾ സന്ദർഭത്തിൽ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടുമെങ്കിൽ അവിടെ എന്ത് വേണ്ട? അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഡൂവറിൻ്റെ ആവശ്യമില്ല. സച്ച് സെൻറ്റൻസസ് ആർ ഇൻ ദ പാസീവ് വോയിസ്. അതെങ്ങനെ ഇരിക്കും? പാസീവ് വോയിസ് ആയിരിക്കും. വേർ ഡു വി യൂസ് ദ പാസീവ് വോയിസ്? ഈ പാസീവ് വോയിസ് നമ്മൾ എവിടെ യൂസ് ചെയ്യും? വെൻ ദ ഡൂവർ ഈസ് അൺനോൺ ഓർ അൺഇമ്പോർട്ടൻറ്റ് ഓർ വി യൂസ് പാസീവ് വോയിസ്. കണ്ടോ, ഡൂവർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ അറിയില്ല, ഡൂവർ ആരാന്ന് അറിയില്ല. ഇവിടെയൊക്കെ നമ്മൾ കൂടുതലും പാസീവ് വോയിസ് ആണ് കൂടുതലും യൂസ് ചെയ്യുക. The following sentences are taken from a few real life situations in which the passive voice is used. തന്നിരിക്കുന്നത് എന്താണ്? നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന എന്തൊക്കെയോ കാഴ്ചകളാണ്. അവിടെ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? പാസീവ് ഫോംസ് ആണ്. മാച്ച് ദ സെൻറ്റൻസസ് ഇൻ പാസീവ് വോയിസ് ടു ദ കറസ്പോണ്ടിങ് സിറ്റുവേഷൻ. അപ്പോൾ തന്നിരിക്കുന്നത് ഒന്ന് മാച്ച് ചെയ്തേ. സെൻറ്റൻസസ് ഇൻ പാസീവ് വോയിസ്. ദ വിമൻസ് റിസർവേഷൻ ബിൽ വാസ് പാസ്ഡ് ബൈ ദ ലോക്സഭ. ബില്ല് പാസ് ചെയ്തു, അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. ആര് എപ്പോൾ എന്നുള്ളതല്ല, വിമൻ റിസർവേഷൻ ബില്ല് പാസ് ചെയ്തു. അതാരായിരിക്കും പാസ് ചെയ്തത്? അപ്പോൾ എന്താണ്? സിറ്റുവേഷൻസ് വെയർ പാസീവ് വോയിസ് ഈസ് യൂസ്ഡ്. ഇവിടെ എന്താണ് യൂസ് ചെയ്തത്? ഒരു ഇവൻറ്റ് റിപ്പോർട്ട് ചെയ്തു, റിപ്പോർട്ടിങ് ആൻ ഇവൻറ്റ്, അതാണ് ഇവിടെ ചെയ്തത് കേട്ടോ. അടുത്തത്, ദ ഡിസിഷൻ ടു കണ്ടക്ട് ദ ടൂർ വാസ് ടേക്കൺ ബൈ ദ ഹെഡ് മിസ്ട്രസ്. ടൂർ പോകാനുള്ളത് ഹെഡ് മിസ്ട്രസ് ഡിസിഷൻ എടുത്തു. രണ്ടാമത്തത് എന്താണ് അവിടെ? ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ്. ദ സോഫ്റ്റ്വെയർ വാസ് ഇൻസ്റ്റാൾഡ് ഓൺ ദ കമ്പ്യൂട്ടർ. സോഫ്റ്റ്വെയർ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്? കമ്പ്യൂട്ടറിൽ. അതെന്താണ്? ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ. അടുത്തത്, ദ പേഷ്യൻ്റ് വാസ് എക്സാമിൻഡ് ബൈ എ ടീം ഓഫ് ഡോക്ടേഴ്സ്. അതും പാസീവ് ഫോമിലാണ്. അതെന്താണ്? ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ റിപ്പോർട്ട്സ്. ഇനി ദ കോൺട്രാക്റ്റ് വാസ് സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ്. എന്താണ്? ലീഗൽ ഡോക്യുമെൻറ്റ്. ദ ഓർഡർ വാസ് അക്സെപ്റ്റഡ് ബൈ ദ വെണ്ടർ. എന്താണ്? ബിസിനസ് കറസ്പോണ്ടൻസ് കേട്ടോ. അടുത്ത, പാസീവ് വോയിസ് ഷിഫ്റ്റ്സ് ദ ഫോക്കസ് ഫ്രം ദ ഡൂവർ ടു ദ ആക്ഷൻ. ആക്റ്റീവ് വോയിസ് എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? ഡൂവറിനെ. പാസീവ് ആയപ്പോഴോ ഡൂവറിൽ നിന്ന് മാറി ആക്ഷനെ ഫോക്കസ് ചെയ്യുന്നു. പാസിവിസേഷൻ ഇൻവോൾവ്സ് ചേഞ്ചിങ് ദ സ്ട്രക്ചർ ഓഫ് ദ വെർബ് ആൻഡ് ഇറ്റ്സ് ഓർഡർ. അപ്പം ചുമ്മാതെ അങ്ങ് പാസീവ് ആക്കാൻ പറ്റുമോ? ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഓർഡറിൽ തന്നെ വ്യത്യാസം വരും. സബ്ജക്റ്റും വെർബും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയാണ് യൂസ് ചെയ്യുക കേട്ടോ. A few statements C ആണ്. A few statements based on the story half a day are given below. Analyze them and note the changes in the form of the verb.
അപ്പോൾ തന്നിട്ടുള്ളത് നമ്മുടെ ഏത് ചാപ്റ്ററിലെ ഹാഫ് എ ഡേയിലെ സെൻറ്റൻസുകളാണ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇനി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് മാറ്റണം. സെൻറ്റൻസസ് ഇൻ ആക്റ്റീവ് വോയിസ്, സെൻറ്റൻസസ് ഇൻ പാസീവ് വോയിസിലാക്കണം. പിന്നെ ആക്റ്റീവ് വോയിസിലെ വെർബ് ഫ്രേസ് അല്ലെങ്കിൽ വെർബ് എന്തായിരുന്നു, പാസീവ് വോയിസിലെ വെർബ് അല്ലെങ്കിൽ വെർബ് ഫ്രേസ് എന്താണ്, അത്രയും ഒന്ന് കണ്ടുപിടിച്ച് എഴുതുക. എളുപ്പമാണ്. നമുക്ക് ആദ്യമേ അത് ആക്റ്റീവും പാസീവും അങ്ങ് ആക്കാം. ഐ ചലഞ്ച്ഡ് മൈ ഫാദർ ഓപ്പൺലി. ഞാൻ എൻ്റെ ഫാദറിനെ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്തു. മൈ ഫാദർ വാസ് ഓപ്പൺലി ചലഞ്ച്ഡ് ബൈ മീ. അടുത്തത് ഹീ ഈസ് ത്രോയിങ് മീ ഇൻ ടു ദിസ് ബിൽഡിംഗ്. പാസീവ് എങ്ങനെയാണ്, ഐ ആം ബീയിങ് ത്രോൺ ഇൻ ടു ദിസ് ബിൽഡിംഗ്. ബൈ ഹിം എന്ന് വേണമെങ്കിൽ എഴുതിയാൽ മതി, എന്തായാലും വേണമെങ്കിൽ എഴുതിക്കോ. ഫാദർ വാസ് സ്റ്റിയറിംഗ് മീ അവേ ഫ്രം മൈ ഹോം. ഐ വാസ് ബീയിങ് ടോൺ അവേ ഫ്രം മൈ ഹോം ബൈ മൈ ഫാദർ. ദ മെൻ വെയർ സോർട്ടിങ് എസ്, വി വെയർ ബീയിങ് സോർട്ടഡ് ബൈ ദി മെൻ, അതാണ് പാസീവ് ഫോം. ഹി ഹാസ് പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്, ഓൾ സോർട്സ് ഓഫ് ഗെയിംസ് ഹാവ് ബീൻ പ്ലേഡ് ബൈ ഹിം. അടുത്ത വി ഹാവ് ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്, അവർ ഫസ്റ്റ് സോങ് ഹാസ് ബീൻ ചാൻറ്റഡ് ബൈ എസ് എന്ന് വേണമെങ്കിൽ എഴുതിയാൽ മതി. ദേ ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ലാംഗ്വേജ് ടു അസ്, ലാംഗ്വേജ് ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു അസ്. ഐ ഷാൾ നോട്ട് അനോയ് യു, യു വിൽ നോട്ട് ബി അനോയ്ഡ് ബൈ മീ എന്ന് വേണമെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ പാസീവ് ഫോം. മക്കളെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടൊന്നും നിസ്സാരമായിട്ട് പറഞ്ഞു പോകാൻ പറ്റത്തില്ല. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. മക്കളെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക കേട്ടോ. അത്രയും എനിക്കിപ്പം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വെർബ് ഫ്രേസൊക്കെ മാറ്റാം. ഒന്നാമത്തതിൻ്റെ വെർബ് എന്താണ്, ചലഞ്ച്ഡ് ആണ്. അതിൻ്റെ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസിൽ ഏതാണ്, ചലഞ്ച്ഡ് ആണ്. പാസീവ് വോയിസ് ആയപ്പോൾ വാസ് ചലഞ്ച്ഡ് ആയി. അടുത്തത് ഈസ് ത്രോയിങ് ആണ്, പാസീവ് ആയപ്പോൾ ബീയിങ് ത്രോൺ ആയി. അടുത്തത് വാസ് സ്റ്റിയറിംഗ് ആണ്, അടുത്തത് ബീയിങ് ടോൺ ആയി മാറി പാസീവിൽ. വെയർ സോർട്ടിംഗ് ആണ് ആക്റ്റീവ്, പാസീവിൽ ബീയിങ് സോർട്ടഡ്. ഹാസ് പ്ലേഡ് എന്തായി, ഹാവ് ബീൻ പ്ലേഡ് ആയി. അടുത്ത ഹാവ് ചാൻറ്റഡ് എന്തായി, ഹാസ് ബീൻ ചാൻറ്റഡ് ആയി. ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് എന്തായി, ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ആയി. ഷോൾ നോട്ട് അനോയ് എന്തായി, വിൽ നോട്ട് ബി അനൗഡ് ആയി മാറി. ഒത്തിരി വ്യത്യാസമാണ് ഇതിനകത്ത് വരുന്നത്, ഒത്തിരി കേട്ടോ. നോക്കിയേ, യുവർ സ്കൂൾ ഹാസ് വൺ ഫസ്റ്റ് പ്രൈസ് ഫോർ വൺ ആക്ട് പ്ലേ ഇൻ ദ ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ്. A journalist noted the following points for a news report. ഹാഫ് എ ഡേ എന്താണ്, പോയിൻറ്റ്സ് ആണ്. നിങ്ങളുടെ സ്കൂളിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് വൺ ആക്ട് പ്ലേയിൽ. അപ്പോൾ അതാണ്ട് ഒരു ജേർണലിസ്റ്റ് ഇതൊക്കെ നോട്ട് ചെയ്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലുള്ള പോയിൻറ്റ്സ് നോട്ട് ചെയ്തതാണ്. എങ്ങനെയാണ്, ഹാഫ് എ ഡേ, സ്കൂളിൻ്റെ പേരെന്താണ്, കണ്ണാന്തളി HSS, ക്ലാസ് 9 സ്റ്റുഡൻസ്, ഒളിമ്പ്യാഡ് നെയിം, ഡേറ്റ് ആൻഡ് ലൊക്കേഷൻ, പ്ലോട്ട് ഓഫ് ദി പ്ലേ, ഹാർഡ് വർക്ക് ആൻഡ് ടാലൻറ്റ് ഓഫ് പെർഫോമേഴ്സ്, guidance and support of teachers, audience and judges, appreciation of the efforts of the students and faculty, help the journalist develop the hints in the news report. നിങ്ങൾ ഇനി ഇത് എന്താക്കി മാറ്റണം, ന്യൂസ് റിപ്പോർട്ടാക്കി മാറ്റണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോക്കാം. ഡിസ്ട്രിക്ട് ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ് ഹാഫ് എ ഡേ വിൻസ് ഫസ്റ്റ് പ്രൈസ് ഫോർ വൺ ആക്ട് പ്ലേ. എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്കൂളിൻ്റെ പേര്, നമുക്ക് വേണമെങ്കിൽ അത് തന്നെ എഴുതാം കേട്ടോ. Kannadhalli Higher Secondary School's class 9 students won first prize in the District English Olympiad for their one-act play half a day. The event took place on, date പറയണം, സ്ഥലവും പറയണം, അറ്റ് പറഞ്ഞിട്ട് സ്ഥലം പറയണം. The young performers impressed the audience and judges with their exceptional skills. The plot of Half a Day deeply resonated with the audience, showcasing the students' creativity and emotional depth. With guidance from their teachers, the students crafted a memorable performance. The audience and judges praised the students' delivery and the understanding of the play's themes. Their efforts highlighted the school's commitment to nurturing artistic talent and academic excellence. As they celebrate this milestone, the school aims to continue its tradition of excellence in academics and extracurricular activities, inspiring future generations to pursue their passions. എന്ന് പറഞ്ഞാൽ എന്താണ്, അത്യാവശ്യം ചുരുക്കി അങ്ങ് പറയുന്നതാണ്. എന്താ, ആ സ്കൂളിന് എന്താണ് ഇങ്ങനെ അവാർഡ് കിട്ടിയ കാര്യം, അതുപോലെ സ്കൂൾ എത്രത്തോളം കുട്ടികളുടെ ടാലൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു, ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് എത്രയും ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആദ്യം പറയേണ്ടത് എവിടെ വെച്ച് നടന്നത്, എന്ന് നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. പിന്നീട് എന്താണ്, ജഡ്ജസിന് എത്രത്തോളം അവർ ഇമ്പ്രസ് ചെയ്യിച്ചു എന്നുള്ളത്, പിന്നെ ഓഡിയൻസിൻ്റെ എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എഴുതാം. അങ്ങനെ
കുട്ടികളുടെ ആ ഒരു ചിലപ്പോൾ വളരെ യങ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും എത്രത്തോളം ഭയങ്കര രീതിയിലാണ് അവർ ഡയലോഗ് ഡെലിവറി ചെയ്തത്, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. പിന്നെ സ്കൂൾ ഇത്രയും വലിയൊരു മൈൽ സ്റ്റോണൊക്കെ അച്ചീവ് ചെയ്ത സമയത്ത് നമ്മൾക്ക് അവരെ കൂടെ ചേരാം. അതുപോലെ തന്നെ സ്കൂൾ ഇനിയും എന്ത് ചെയ്യും, അക്കാഡമിക്സിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒക്കെ മുന്നിൽ നിൽക്കും, ഫ്യൂച്ചർ ജനറേഷനെയൊക്കെ അവർ ഇൻസ്പയർ ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ വിശദമായിട്ട് അങ്ങ് എഴുതാം. എന്നാലും ഒരുപാട് സെൻറ്റൻസ് ഒന്നും ഇല്ലല്ലോ, ചെറിയ രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ്, അടുത്ത നോക്കിയേ, ആക്ടിവിറ്റി 3 ആണ്. ഹിയർ ഈസ് എ റീടോൾഡ് വേർഷൻ ഓഫ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്റ്റോറി, ഹാഫ് എ ഡേ ഗോ ത്രൂ ഇറ്റ്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യമാണ്. The boy was walking to school with his father. His mother was standing at the door watching them. They walked through a street lined with gardens. Beyond the gardens, there was a vast field. The boy thought his father was punishing him by taking him to school. On the way to school, he was arguing with his father, and his father was trying to convince him that the school would be good for him. When they came to the school gate, a few children were playing in the garden. ഇതെല്ലാം നമ്മൾ പഠിച്ച ഭാഗമാണ്. When do the actions mentioned in the narration take place? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നത് ഏത് കാലത്താണ്? പാസ്റ്റിലാണ്, ഇൻ ദ പാസ്റ്റ്. Which of these actions were already complete when they were narrated? ഏതൊക്കെ ആക്ഷൻസ് ആണ് പൂർണ്ണമായും കഴിഞ്ഞത്? walked, thought, came. ഈ 3 വാക്കുകളും എന്താണ്? V2 ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് ആണ്, കംപ്ലീറ്റ്ലി കഴിഞ്ഞു, അല്ലെങ്കിൽ എന്താണ്, പൂർണ്ണമായ കാര്യങ്ങൾ. വിച്ച് ഓഫ് ദീസ് ആക്ഷൻസ് വെയർ ഇൻ പ്രോഗ്രസ് അറ്റ് ദ ടൈം ഓഫ് നറേഷൻ? പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? വാസ് വാക്കിംഗ്, വാസ് സ്റ്റാൻഡിങ്, വാസ് പണിഷിങ്, വാസ് ആർഗ്യൂയിങ്, വാസ് ട്രൈയിങ്, വെയർ പ്ലേയിങ് തുടങ്ങിയ കാര്യങ്ങൾ. നൗ പിക്ക് ഔട്ട് ദി സെൻറ്റൻസസ് ഫ്രം ദ പാസേജ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. എന്താണ് കംപ്ലീറ്റ് ആക്ഷൻസ് ഏതാണ്? ആക്ഷൻ ഇൻ പ്രോഗ്രസ് ഏതാണ്? കംപ്ലീറ്റഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ INGയും ഒന്നുമില്ലാതെ വെറും സബ്ജക്റ്റ് വെർബ് മാത്രമായിട്ട് V2വുമായിട്ട് യൂസ് ചെയ്ത്, അതായത് സിമ്പിൾ പാസ്റ്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ്. തൽക്കാലം നിങ്ങളൊന്ന് പഠിച്ചു പോയി. V2 വരുന്നത് ഈസും ആമും വാസും വേറും INGയും ഒക്കെ ചേർന്ന് വരുന്നത് പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത്രയും തൽക്കാലം പഠിച്ചാൽ മതി, ഒരുപാട് ഡെപ്തിലോട്ടൊന്നും പറയുന്നില്ല, സിമ്പിളായിട്ട് മനസ്സിലാകാൻ പറഞ്ഞതാണ്. സെൻറ്റൻസ് കംപ്ലീറ്റഡ് ആക്ഷൻ എന്താണ്? ദേ വോക്ക്ഡ് ത്രൂ എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. കണ്ടോ, ഇവിടെ വോക്ക്ഡ് മാത്രമാണ്, വാസ് വേർ ING തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും ഇവിടെയില്ല. ഒരു ബീനോ ഒരു ഹാസോ അങ്ങനെ ഒന്നുമില്ല, ഹാഡ് ഒന്നുമില്ല. നിങ്ങൾ അത്രയും ഓർക്കുക, ഇവിടെ തന്നിരിക്കുന്നത് വോക്ക്ഡ് മാത്രമാണ്. താഴെ ദ ബോയ് തോട്ട് ഹിസ് ഫാദർ വാസ് പണിഷിങ് ഹിം ബൈ ടേക്കിംഗ് ഹിം ടു സ്കൂൾ. തോട്ട്, അതിൻ്റെ കൂടെയും വേറെ ഒന്നും ഇല്ല. അപ്പോൾ വെർബ് ഫ്രേസ് എന്താണ്? വോക്ക്ഡ്, തോട്ട്, രണ്ടെണ്ണം. ഇനി ആക്ഷൻ ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഓർത്തോണം, പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ ING ഉള്ളതായിരിക്കും. ദ ബോയ് വാസ് വാക്കിംഗ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ. കണ്ടോ, വാസ് വാക്കിംഗ്. ഇനി ഹിസ് മദർ വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ വാച്ചിങ് ദം. വാസ് സ്റ്റാൻഡിങ്. ഓൺ ദ വേ ടു സ്കൂൾ ഹി വാസ് ആർഗ്യൂയിങ് വിത്ത് ഹിസ് ഫാദർ. വാസ് ആർഗ്യൂയിങ്. ഹിസ് ഫാദർ വാസ് ട്രൈയിങ് ടു കൺവിൻസ് ഹിം ദാറ്റ് school would be good for him. Was trying. When they came to the school gate, a few children were playing in the garden. Were playing. ഇതൊക്കെ കണ്ടോ, ING ഒക്കെ ഉള്ളത് കണ്ടിന്യൂസ് ആണ്, നമുക്ക് തന്നെ അറിയാം. ഇനി ഹൗ ഡിഡ് യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ 2 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്? എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ഒരെണ്ണം ഇവൻറ്റ്സ് എൻറ്റേർഡ് ഇൻ ദ പാസ്റ്റ്, പാസ്റ്റിൽ കഴിഞ്ഞതും. അടുത്തത് ആക്ഷൻസ് ദാറ്റ് വെയർ ഇൻ പ്രോഗ്രസ് അറ്റ് എ സ്പെസിഫിക് മൊമെൻറ്റ് ഇൻ ദ പാസ്റ്റ്. എന്താണ്, പറയുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വാട്ട് ഡിഫറൻസ് ഡു യു ഫൈൻഡ് ഇൻ ദ ഫോം ഓഫ് ദ വേർബ്സ് യൂസ്ഡ് ഇൻ ദ സെൻറ്റൻസ്? വെർബിൽ എന്ത് വ്യത്യാസമുള്ളത്? ഒരെണ്ണം V2 ആണ്, അതായത് കംപ്ലീറ്റഡ് ആക്ഷൻ V2വും, മറ്റേത് എന്താണ്? വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. ബോത്ത് സെൻറ്റൻസസ് ആർ ഇൻ ദ പാസ്റ്റ്. രണ്ടും പാസ്റ്റിൽ തന്നെയാണ് അല്ലേ? വി യൂസ് ദ പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് ടു സ്റ്റേറ്റ് ആക്ഷൻസ് കംപ്ലീറ്റഡ് ഇൻ ദി പാസ്റ്റ്. എന്താണ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യുന്നത്? എപ്പോഴാണ്? പാസ്റ്റിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പാസ്റ്റ് ഫോം യൂസ് ചെയ്യുന്നത്. സച്ച് സെൻറ്റൻസസ് ആർ സെഡ് ടു ബി ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതായത് V2 മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസിനെ എന്താ വിളിക്കുക? സിമ്പിൾ പാസ്റ്റ് എന്നാണ്. നിങ്ങൾക്ക് ടെൻസ് ഒക്കെ അറിയാമല്ലോ. ഇനി വി യൂസ്ഡ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് ടു ഡിനോട്ട് ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് ഇൻ ദ പാസ്റ്റ്. കണ്ട, പ്രോഗ്രസ് അപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്, പാസ്റ്റിൽ പ്രോഗ്രസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പാസ്റ്റിൽ ഇത് പറയുന്ന സമയത്ത്
കഥ പറയുന്ന സമയത്ത് പാസ്റ്റിൽ അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെയുള്ളത്. അതിനെന്താണ് പറയുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ്. നമുക്ക് തന്നെ അറിയാലോ ING വരുന്നത് കണ്ടിന്യൂസ് ആണ്. ആമീസ് ആർ പ്ലസ് ING ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിരുന്നേനെ. വാസ് ഓർ വെയർ പ്ലസ് ING ആയതുകൊണ്ട് എന്തായി? പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. നൗ റീടെൽ ദ സ്റ്റോറി ഹാഫ് എ ഡേ ഇൻ യുവർ വേർഡ്സ്. യു മേ യൂസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഓർ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓർ കോമ്പിനേഷൻസ് ഓഫ് ദീസ് ഇൻ യുവർ നറേറ്റീവ്. നിങ്ങൾക്കൊരു ടാസ്ക് തന്നിരിക്കുകയാണ്. ഈ തന്നിരിക്കുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇതുപോലെ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസ് ഒക്കെ ചേർത്ത് നിങ്ങളൊന്ന് നറേറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക്. ഇനി ആക്ടിവിറ്റി 4. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് അണ്ടർലൈൻ ദ നൗൺ ഫ്രേസസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. തന്നിരിക്കുന്നതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻറ്റൻസുകൾക്ക് എന്തുണ്ട്? സബ്ജക്റ്റ് പാർട്ടുണ്ട്, അതുപോലെ ഒബ്ജക്റ്റ് പാർട്ടും ഉണ്ട്. സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗവും അതുപോലെ വെർബിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം, അങ്ങനെ കുറേ രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് നൗൺ ഫ്രേസ് സബ്ജക്റ്റ് പൊസിഷൻ എഴുതുക. ഓൾ റസിൽ ആൻഡ് ബസിൽ സീസ്ഡ്. സീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സ്റ്റോപ്ഡ്. അത് വെർബാണെന്നറിയാമല്ലോ. അപ്പം നൗണിൻ്റെ ഭാഗത്ത് അത് വരില്ല. ഓൾ റസിൽ ആൻഡ് ബസിൽ എന്നുള്ളതാണ് എന്തെന്ന് പറഞ്ഞത്? നൗൺ ഫ്രേസ്, അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് വരുന്നത് നൗൺ ഫ്രേസ്. ഇനി ദ കോച്ചസ് ഗ്ലൈഡ് ഇൻ ടു സ്പേസ്. ഗ്ലൈഡ് എന്ന് പറയുന്നത് വെർബാണ്. അപ്പോൾ അതിന് ശേഷം വരുന്നതിനെ നമ്മൾ ഈ കൂട്ടത്തിൽ കൂട്ടില്ല. ദി കോച്ചസ് എന്നുള്ളത് വരും. മൈ ഫാദർ ഫെൽറ്റ് എ ഡീപ്പ് സോറോ. മൈ ഫാദർ, എൻ്റെ അച്ഛൻ എന്നുള്ളതാണ് നൗൺ ഫ്രേസ്. ഫെൽറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? അവിടെ വെർബാണ്. അപ്പം അതിന് മുമ്പ് വരെ എന്താണ്? നൗൺ ഫ്രേസ്. ഓൾ സെൻറ്റൻസസ് കൺസിസ്റ്റ് ഓഫ് എ നൗൺ ഫ്രേസ് ആൻഡ് എ വെർബ് ഫ്രേസ്. കണ്ടോ? വെർബ് ഫ്രേസുമുണ്ട്, നൗൺ ഫ്രേസുമുണ്ട്. സബ്ജക്റ്റ് പാർട്ട്, ഒബ്ജക്റ്റ് പാർട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കില്ലേ? അതുപോലെ നൗൺ ഫ്രേസുമുണ്ട്, വെർബ് ഫ്രേസുമുണ്ട്. വെർബിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്, അല്ല നൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതായി തന്നിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ എന്താണ് നൗൺ ഫ്രേസ്, എന്താണ് വെർബ് ഫ്രേസ്. ദ സൗണ്ട് ഓഫ് ദ വീൽസ്. ദി വീൽസ്, വീൽസുമായിട്ട് ചേർന്ന് വന്നിരിക്കുന്ന ഭാഗം എന്താണ്? സൗണ്ട് ഓഫ് ദി വീൽസ്. ബിക്കെയിം എന്താണ്? ബിക്കംസ്, ആയിത്തീർന്നു, അത് വെർബ്. അപ്പോൾ അതിന് മുമ്പ് വരുള്ളതാണ് അവിടെ. ഫാദർ വിൽ, വില്ലിന് ശേഷമുള്ളത് എന്താണ്? വെർബ് ഫ്രേസ് ആണ്. അപ്പോൾ ഇവിടെ ഫാദർ മാത്രമാണ് നൗൺ ഫ്രേസിലുള്ളത്. ഐ വോസ്, ഐ മാത്രമേ വരൂ, വോസ് തൊട്ട് വരില്ല. ദ കോച്ചസ് നോ ലോങ്ങർ, അതവിടെ നിൽക്കട്ടെ. ദ കോച്ചസ് നോ ലോങ്ങർ റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലിപ്പേഴ്സ്. കോച്ചസ് നോ ലോങ്ങർ റൺ. അപ്പോൾ റണ്ണിന് ചേർന്ന് വരുന്ന ഭാഗമൊന്നും എന്തിൽ വരില്ല? നൗൺ ഫ്രേസിൽ വരില്ല. മൈ ഫെലോ പാസഞ്ചേഴ്സ് വെയർ ഡോസിങ് ഇൻ ദ റെസ്പെക്റ്റീവ് കോർണേഴ്സ്. ഉണ്ടോ? വെയർ ഡോസിങ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് കോർണേഴ്സ്. അതെന്താണ്? വെർബുമായിട്ട് ചേർന്ന വെർബ് ഫ്രേസ് ആണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഭാഗം. ഐ വാസ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. വാസ് ലിസണിങ് ടു ദി, അതാണ് വെർബ് ഫ്രേസ് വരിക. അതിന് മുമ്പുള്ളതാണ് നൗൺ ഫ്രേസ്. ഈസി ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. വെർബും നൗണും ഏതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുമെങ്കിൽ അർത്ഥം വെച്ച് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ചേർന്ന് വരുന്നത് ഏതാണോ അത്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ തന്നെ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട്. ബാക്കി ലെറ്റസ് പ്ലേ വിത്ത് വേർഡ്സ് എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് തന്നെ എനിക്ക് തോന്നുന്നൊരു 3/4 മണിക്കൂറോളം കാണുമായിരിക്കും അല്ലേ. അപ്പോൾ ഇത്രയും നന്നായിട്ട് നോക്കുക, മിടുക്കരായിട്ട് പഠിക്കുക. ഇത്രയും നോക്കിയിട്ട് അടുത്തത് ഉടനെ ഇടുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് നിങ്ങളുടെ ഒരു ചാപ്റ്റർ ഞാൻ ഇട്ടിട്ടുണ്ട്, ഡ്രീംസ് റിയലൈസ്ഡ്. ഒന്ന് നോക്കുക. അടുത്ത ചാപ്റ്റർ ഉടനെ ഇടാം. കൊച്ചിന് കുറച്ച് വാക്സിനേഷനും പനിയൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റാഞ്ഞ കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഉടനെ അടുത്ത വീഡിയോസ് ഇടുന്നതായിരിക്കും. ഒന്നും വൈകില്ല. എക്സാമിന് മുമ്പ് എല്ലാം തീർക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് കാണുക, മിടുക്കരായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.